സംസ്ഥാനത്ത് ചൂട് കൂടിയ സാഹചര്യത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. ഇത് 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും സുലേഖയാണുള്ളത്. സുലേഖ, ഈ ഒരു സമയത്ത് തന്നെ ചൂട് സഹിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി വരും ദിവസങ്ങളിലും ചൂട് കനക്കുമെന്നാണോ? ഏതൊക്കെ ജില്ലകളിലാണ് പ്രധാനമായും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ സാഹചര്യം. തീർച്ചയായും കീർത്തി, ചൂട് ഉയർന്നൊരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. നിലവിൽ പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിൻ്റെ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലും ഉഷ്ണതരംഗ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നതാണ്. നിലവിൽ 9:30 വന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കാലാവസ്ഥ മുന്നറിയിപ്പ്, ഉയർന്ന താപനില മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില. കൊല്ലത്ത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. പത്തനംതിട്ട 37, ആലപ്പുഴ 37, കോട്ടയം 37, ഇടുക്കി 34 ഡിഗ്രി സെൽഷ്യസ്, ഒപ്പം എറണാകുളം 37 ഡിഗ്രി സെൽഷ്യസും, തൃശ്ശൂരിൽ 40 ഡിഗ്രി സെൽഷ്യസും, പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസും, മലപ്പുറത്ത് 37, കോഴിക്കോട് 38, വയനാട് 34, കണ്ണൂർ 38, കാസർഗോഡ് 37 എന്നിങ്ങനെയാണ് നിലവിൽ പുതിയ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇപ്പോൾ 9:30 വന്ന താപനില മുന്നറിയിപ്പ് പ്രകാരം നിലവിൽ പുതിയ കണക്ക് എന്നുള്ളത്. ഇതിൽ പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്ന താപനില നിലനിൽക്കുന്നു. അതിനൊപ്പം തന്നെ കൊല്ലത്തും തൃശ്ശൂരും ഇവിടങ്ങളിലും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെ താപനില തുടരുന്നു എന്നുള്ളതാണ്. ഇതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യത അല്ലെങ്കിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ 3 ദിവസം തുടർച്ചയായ 3 ദിവസം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില തുടരുന്നൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയത്. അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കൊല്ലത്തും തൃശ്ശൂരും ഈ ഉഷ്ണതരംഗ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നതാണ്. ഈ കൊല്ലത്ത് 4 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഇനിയും ഉയർന്നേക്കുമെന്നാണ് നിലവിലെ പുതിയ മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതിനൊപ്പം തന്നെ തൃശ്ശൂരും പാലക്കാടും ഇതേ സാഹചര്യമാണുള്ളത്. ഈ നിലവിലെ താപനിലയിൽ നിന്നും 4 മുതൽ 5 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില ഇനിയും ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പാലക്കാട് ജില്ലയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ റെക്കോർഡിലേക്ക് ഈ താപനില സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് 1987 ഇത്തരത്തിൽ ഉയർന്ന താപനിലയായി 41.8 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില രേഖപ്പെടുത്തിയത്. അതിനുശേഷം 2016 ഇത്തരത്തിൽ 41.9 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ താപനില എന്ന് പറയുന്നത് 41.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് 41.9 ഡിഗ്രി സെൽഷ്യസ് 2016 രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസിലേക്ക് കടന്നേക്കും, അതും കടന്നു പോകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തേണ്ടുന്നൊരു സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളമുള്ളത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇത് പാലക്കാടോ അല്ലെങ്കിൽ കൊല്ലത്തോ തൃശ്ശൂരോ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. താപനില എല്ലാ ജില്ലകളിലും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ താപനില ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ ഈ താപനില കാസർഗോഡ്, ഒപ്പം ഇടുക്കി, വയനാട് പോലെയുള്ള ഇടങ്ങളിൽ ഇനിയും കൂടുതൽ താപനില ഉയരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ചൂട് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് സാധാരണ നിലയേക്കാൾ വളരെയധികം ചൂട് ഉയർന്നൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഉഷ്ണതരംഗ സാധ്യത അല്ലെങ്കിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നൽകുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുന്നത് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക, നേരിട്ടുള്ള സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇതൊരു 11 മണി മുതൽ 3 മണി വരെ സമയം എന്ന് പറയുന്നത്
കൃത്യമായും ഒരു ഉച്ച സമയം എന്നതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സമയത്തിന് അപ്പുറത്തേക്ക് രാവിലെ മുതൽ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ വരെ ചൂട് അധികമായി ചൂട് വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ തന്നെയാണ് സാഹചര്യങ്ങൾ. വെന്തുരുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത്. ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പീക്ക് ടൈമാണ്. ആ സമയങ്ങളിൽ നേരിട്ടുള്ള സൂര്യതാപം ഏൽക്കാതിരിക്കുക, അതിനൊപ്പം തന്നെ ആവശ്യമായ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. നീർജലീകരണം, ശരീരത്തിലുണ്ടാകുന്ന നീർജലീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി ആവശ്യമായ വെള്ളം കുടിക്കുക എന്നതാണ് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ്. ആരോഗ്യവകുപ്പായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പായാലും ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക, ആവശ്യമായ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. അത് നീർജലീകരണം, ശരീരത്തിലുണ്ടാകുന്ന നീർജലീകരണം ഒഴിവാക്കാൻ വേണ്ടി അത് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള പാനീയങ്ങൾ അത് കഴിവതും ഒഴിവാക്കുക. പൂർണ്ണമായും ഒഴിവാക്കിയാൽ അത്രയും നല്ലത് എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശം. അതിനൊപ്പം തന്നെ ഗർഭിണികൾ, പ്രായമായവർ, കുട്ടികൾ തുടങ്ങിയവരിലും പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ വേനൽക്കാലമാണ്, കുട്ടികൾ അവധി ആഘോഷിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ വേനൽക്കാലത്ത് വേനൽ അവധി ആഘോഷിക്കുന്ന കുട്ടികളൊക്കെ തന്നെയും മറ്റ് വീടിന് പുറത്തു പോയി അവരുടെ വേനൽ അവധി ആഘോഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ തന്നെയും അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കേണ്ട ഒരു ആവശ്യകതയാണ് നിലവിലുള്ളത്. കാരണം ശരീരത്തിലെ ചൂടും പുറത്തുനിന്നുള്ള ചൂടും അത് ഒരു പ്രശ്നമാകാതിരിക്കാനാണ് ഇത്തരത്തിൽ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ ആരോഗ്യവകുപ്പും അതിനൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളാകെ തന്നെയും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പും ഒപ്പം സർക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ജോലികളിൽ ഏർപ്പെടുന്നവർ അത് കഴിവതും ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കുടയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഈ ചൂട് തടയുന്നതിനാവശ്യമായ കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ യാത്ര പോകുന്നവരുണ്ടാകും, വാഹനങ്ങളിൽ യാത്ര പോകുന്നവരുണ്ടാകും. ഇവരൊക്കെ തന്നെയും ആവശ്യമായ വെള്ളം അത് കയ്യിൽ കരുതുക എന്നതാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായും ഇതിൻ്റെ ഈ ഒരു പീക്ക് ടൈമായ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലുള്ള നേരിട്ടുള്ള സൂര്യതാപം അത് ഒഴിവാക്കുക, കഴിവതും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, ഈ വെള്ളം കുടിക്കുക, അതിനൊപ്പം തന്നെ കുട ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ തന്നെയും ഇതിൽ തുടരേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില. ഇവിടെയാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലും ഈ ഉഷ്ണതരംഗ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നതാണ്. ഈ പാലക്കാടിൻ്റെ കാര്യം പറയുന്ന സമയത്ത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് രേഖപ്പെടുത്തിയ താപനില. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. അതായത് ശരാശരിയേക്കാൾ 5.5 ഡിഗ്രി സെൽഷ്യസിലധികമാണ് പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട് എന്നുള്ളതാണ്. ഇനിയും ഈ ഒരു നാളെയും കൂടെ കൊല്ലത്തും തൃശ്ശൂരും ഇത്തരത്തിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇവിടെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുമെന്നുള്ളത് തന്നെയാണ്. കീർത്തി, തീർച്ചയായും സംസ്ഥാനത്ത് ആകെ തന്നെ കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത്. അതിലേറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലാണ്. 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒപ്പം തന്നെ തൃശ്ശൂരിൽ 40 ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസും ആണ് ചൂട് രേഖപ്പെടുത്തുന്നത്.